ഹലോ ഫ്രണ്ട്സ്, ഹാഷ് വോക്കൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൊബൈൽ ഫോൺ കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഫയലുകൾ ഫോണിൽ സ്റ്റോർ ചെയ്യുമ്പോൾ തന്നെ ഫോൺ വളരെ സ്ലോ ആകുന്ന ഒരവസ്ഥ പലർക്കും വരാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായി ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്ന 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെയുള്ള സെറ്റിങ്സ് എന്ന ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ അവിടെ സൈറ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് സെലക്ട് ചെയ്യുക. ശേഷം താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ ഏറ്റവും അവസാനമായിട്ട് ഡാറ്റ സ്റ്റോർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് വെബ്സൈറ്റുകളും നമുക്ക് ഡാറ്റകളായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് മുഴുവനും ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ നിന്ന്. അതിനായിട്ട് ഏറ്റവും താഴ്ഭാഗത്ത് കാണുന്ന ഡിലീറ്റ് ഓൾ ഡേറ്റ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഡിലീറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ തന്നെ പൂർണ്ണമായിട്ട് ഈ ഡാറ്റകൾ ഡിലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു സെറ്റിങ്സ് നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെറ്റിങ്സ് ആണ്. നമ്മുടെ എല്ലാ മൊബൈൽ ഫോണിലെ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ ഏറ്റവും അവസാനമായിട്ട് എബൌട്ട് ഫോൺ അല്ലെങ്കിൽ എബൌട്ട് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കുറേ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ ബിൽഡ് നമ്പർ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ചില ഫോണിൽ അതിന് പകരം MIUI നമ്പർ എന്നൊരു ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏതായാലും ആ ബിൽഡ് നമ്പർ എന്ന ഓപ്ഷനിൽ 7 പ്രാവശ്യം തുടർച്ചയായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ 7 പ്രാവശ്യം തുടർച്ചയായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ സെറ്റിങ്സിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ കൂടി എനേബിൾ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് അഥവാ ഒരു ഓപ്ഷൻ അവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അത് 7 പ്രാവശ്യം തുടർച്ചയായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ എബൌട്ട് ഫോണിൻ്റെ താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സുകളും കാര്യങ്ങളാണിത്. അപ്പോൾ അതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ വിൻഡോ അനിമേഷൻ സ്കെയില്, ട്രാൻസിഷൻ അനിമേഷൻ സ്കെയില്, അനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ എന്ന 3 ഓപ്ഷൻ കാണാം. ആ ഒരു 3 ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അവിടെ അനിമേഷൻ ഓഫ് എന്ന ആ ഒരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3ലും അങ്ങനെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 2 സെറ്റിങ്സുകൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഫോൺ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പീഡ് വർദ്ധിക്കുന്നതാണ്. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫോണിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലത് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഗുഡ് ബൈ.